ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു പുട്ട് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് എന്നും ഒരേ രീതിയിലുള്ള പുട്ടൊക്കെ തയ്യാറാക്കി കഴിക്കുന്നവരാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒരു വെറൈറ്റി പുട്ടൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ട് റെസിപ്പിയാണ്. അതുപോലെ തന്നെ പുട്ടൊക്കെ കഴിക്കാൻ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു പുട്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതാ ഒരു ബൗളിലേക്ക് ഈ ഒരു അളവിൽ ഞാൻ അരിപ്പൊടി, പുട്ടിനുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബീട്രൂട്ട് കുറച്ച് അധികം എടുക്കുകയാണെങ്കിൽ നല്ല കളറ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിലെ ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഇത്രയും ഒരു ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കി എടുക്കുന്നുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ സമയം ഇതിലേക്ക് നിങ്ങൾക്ക് മധുരത്തിന് വേണ്ടി പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. എനിക്കങ്ങനെ കൂടുതൽ മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനാണെങ്കിൽ കുറച്ച് മധുരമൊക്കെ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ കറിയൊന്നും ചേർത്ത് കഴിക്കുന്നില്ല. ഇതുപോലെ ഇങ്ങനെ തന്നെയാണ് കഴിക്കാൻ ടേസ്റ്റ്. ഇനി കറിയൊക്കെ ചേർത്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ബീട്രൂട്ടും അരിപ്പൊടിയും മാത്രം ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് പുട്ടുണ്ടാക്കിയെടുത്താൽ മതി. ഇനി ഇത് കൈവച്ചതായി ഇതുപോലെ നല്ലോണം കുഴച്ചെടുക്കാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എന്നും ഒരേ രീതിയിലുള്ള പുട്ടൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള പുട്ടൊക്കെ തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾ എന്തായാലും കഴിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്, നല്ല ഹെൽത്തിയാണ്. ഞാനിതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കാതെയാണ് ഇതുപോലെ കുഴച്ചെടുക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ബീട്രൂട്ടിൻ്റെ നനവും അതുപോലെ തേങ്ങയുടെ ആ ഒരു നനവൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പുട്ട് കുഴച്ചെടുക്കുന്നുള്ളത്. ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നല്ലോണം ഡ്രൈ ആയി പോയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരു കുറച്ച് വെള്ളം ഇങ്ങനെ തെളിച്ചു കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ നല്ലോണം ഞാൻ പുട്ട് മിക്സൊക്കെ കുഴച്ച് ഇതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് വെച്ച് ഇങ്ങനെ എന്തൊക്കെ റെസിപ്പി ചെയ്തെടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ അടിപൊളി റെസിപ്പിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ കറക്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ ആയി കിട്ടണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി ഇതിനെ നമുക്ക് പുട്ട് മേക്കറിലേക്കൊന്ന് വെച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സാധാ പുട്ടൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന അതേ രീതിയിലാണ്. ആദ്യം കുറച്ച് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോ ലെയറായി ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, നിങ്ങളിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പുട്ടൊക്കെ തയ്യാറാക്കി കഴിച്ചിട്ടുണ്ടോ? ഇതുപോലെ വെറൈറ്റി പുട്ടൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ പുട്ടുകളാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ബീട്രൂട്ട് പുട്ടും കഴിച്ചവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. എങ്ങനെയാണ് എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ അറിയിക്കാം. ഇനി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ട് റെസിപ്പിയാണ്. അപ്പോൾ മറക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അങ്ങനെ ഇപ്പോൾ പുട്ട് മേക്കർ ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുക്കറിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നുള്ളത്. എൻ്റെ കുക്കറിൽ വെക്കുന്ന പുട്ട് മേക്കറാണിത്. അങ്ങനെ ഇപ്പോൾ ഒരു 5 മിനിറ്റ് വരെ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി പുട്ട് റെഡിയായി. അങ്ങനെ 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പുട്ടൊക്കെ റെഡിയായി കിട്ടി. അങ്ങനെ ഇതിപ്പോൾ ബീട്രൂട്ട് പുട്ട് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നല്ല കളറോട് കൂടിയിട്ടുള്ളത് അടിപൊളി പുട്ട് റെഡിയായി കിട്ടി. അപ്പോൾ ഇത് കറിയൊന്നും കൂടാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു പഴം മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പുട്ട് നല്ല രീതിയിൽ കഴിച്ചെടുക്കാം. ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.